നിലവിൽ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇപ്പോൾ റീകൗണ്ടിംഗ് LDF റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ട് റീകൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശിന് നിലവിൽ 788 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഈ 16,000-ഓളം വരുന്ന പോസ്റ്റൽ വോട്ട് എണ്ണണമെന്നുള്ളതായിരുന്നു LDFന്റെ ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റീകൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഈ റീകൗണ്ടിന്റെ പ്രാഥമിക നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. LDFന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ 16,000-ഓളം വരുന്ന വോട്ടുകൾ, ഈ പോസ്റ്റൽ വോട്ടുകൾ, അതോടൊപ്പം തന്നെ അസാധുവാക്കപ്പെട്ട പോസ്റ്റൽ വോട്ടിൽ അസാധുവാക്കപ്പെട്ട വോട്ടുകൾ എന്നിവ ഇപ്പോൾ റീകൗണ്ടിംഗ് നടത്തണമെന്നാണ് ആവശ്യം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ മർവേനസിന്റെ അടുത്തുള്ള ഈ കൗണ്ടിംഗ് സെന്ററിൽ ഈ വോട്ടിംഗിന്റെ റീകൗണ്ടിംഗ് നടപടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുവരികയാണ്. വളരെ വളരെ സസ്പെൻസ് നിറഞ്ഞൊരു മണ്ഡലമായി തുടക്കത്തിലെ ആറ്റിങ്ങലുണ്ടായിരുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഈ രണ്ട് മണ്ഡലങ്ങളിൽ വലിയ സസ്പെൻസ് ആയിരുന്നു. ആ സസ്പെൻസിനൊക്കെ ഒടുവിൽ തിരുവനന്തപുരം ആ പഴയ പാറ്റേണിൽ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ തരൂരിനെ വിജയിപ്പിച്ച് കയറ്റുന്നതാണ് നമ്മൾ കണ്ടത്. രാജീവ് ചന്ദ്രശേഖരന്റെ 15,000-ഓളം വോട്ടിന്റെ ലീഡ് എന്നത് പഴങ്കഥയാക്കി പടപട മാറ്റി അതിനുശേഷം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 2014 എങ്ങനെയാണോ ജയിച്ചത്, തീരദേശത്തിന്റെ വലിയ പിന്തുണയിൽ തരൂർ വിജയിക്കുകയായിരുന്നു. 2014-നേക്കാൾ അല്പം കൂടി ഭൂരിപക്ഷം കൂട്ടി, 2019-നേക്കാൾ വളരെ ഭൂരിപക്ഷം കുറഞ്ഞു. പക്ഷേ ആറ്റിങ്ങൽ ലീഡ് നില മറിയുകയായിരുന്നു. വിജോയ് പല ഘട്ടത്തിലും ലീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് അടൂർ പ്രകാശിന് അനുകൂലമായി ചില ബൂത്തുകളിൽ കാറ്റ് വീശിയത്. അടൂർ പ്രകാശിന്റെ വിജയം അത് പ്രഖ്യാപിക്കപ്പെടുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ LDF ആറ്റിങ്ങൽ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടത്. നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വോട്ടെണ്ണൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര സമയമെടുക്കും ഈ വോട്ടെണ്ണൽ പൂർത്തീകരിക്കാൻ എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരേണ്ടത്. പോസ്റ്റൽ ബാലറ്റ് ആയതുകൊണ്ട് കൂടുതൽ സമയമെടുത്തായിരിക്കും ഈ വോട്ടെണ്ണൽ പൂർത്തീകരിക്കാൻ കഴിയുക. ഇലക്ട്രോണിക് ബാലറ്റ് എണ്ണുന്നത് പോലെ ആയിരിക്കില്ല. നേരിയ ഭൂരിപക്ഷമായതിനാൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന വലിയ കൗതുകമാണ്. കുറഞ്ഞ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ 38,247 വോട്ടുണ്ടായിരുന്നു അടൂർ പ്രകാശില്. പക്ഷേ ഇത്തവണ അത് ഏറ്റവും കുറഞ്ഞ 1,700-ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഏത് രീതിയിലായിരിക്കും ഈ റീകൗണ്ടിംഗ് വരുമ്പോൾ ഫലത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? വളരെ ആകാംക്ഷ